പഴയങ്ങാടി താവം മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തിയുടെ ഭാഗമായി കോൺക്രീറ്റിംഗ് പൂർത്തിയായി. ഇനി ടാറിംഗ് പ്രവൃത്തിയാണ് നടത്താനുള്ളത്. എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ ടാറിംഗ് പൂർണ്ണമായും നീക്കം ചെയ്തുള്ള കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് പൂർത്തിയായത്. മൈക്രോ കോൺക്രീറ്റിംഗ് ചെയ്ത് 7 ദിവസം കഴിഞ്ഞാണ് ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തുക. കഴിഞ്ഞ മാസം 14 മുതലാണ് താവം മേൽപ്പാലം അടച്ചിട്ടത്. KSTP റോഡ് നവീകരണത്തിന് സംസ്ഥാന സർക്കാർ 18 കോടിയാണ് അനുവദിച്ചത്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങളിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നത്. പരീക്ഷാകാലമായതിനാൽ തന്നെ വിദ്യാർത്ഥികൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ടവരും പഴയങ്ങാടിയിലേക്ക് വരേണ്ടവരും പൊരിവെയിലിൽ ഏറെ ദൂരം നടക്കേണ്ട അവസ്ഥയാണ്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്നു പോകേണ്ടി വരുന്നതും വലിയ പ്രയാസമാവുന്നുണ്ട്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന റോഡുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. അറ്റകുറ്റപ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടും അതുകൂടാണ്ട് തന്നെ നമുക്ക് ഈ സീസണാണ്, റമദാൻ മാസമാണ്, കുറച്ച് ഓട്ടം കിട്ടുന്ന സമയം ഇതൊക്കെ ആളിങ്ങോട്ടേക്ക് വരാത്തൊരവസ്ഥയിലുള്ളത്. ഇതിപ്പം 10 ദിവസം പറഞ്ഞിട്ട് ഏകദേശം 1 മാസം ആവാനായി. ഇപ്പം ഈ 10-ന് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്നിട്ടും ഇതുവരെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഇപ്പം താറിങ്ങിൻ്റെ പണി ഇനി ബാക്കി കിടക്കുന്നത്രേ. അതും ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ആവുമോയെന്നറിയില്ല. എത്രയും പെട്ടെന്ന് ആക്കിയിട്ടുണ്ടാണെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരായാലും, ഒന്നാമത് പൊടിൻ്റെ ശല്യം ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ ആളെന്നെ വരുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിലോ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഉപകാരമാവും. എത്രയും വേഗത്തിൽ അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറന്നു നൽകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.